ഒന്ന് തുടരുക. എൻ ശ്രീകുമാർ നമുക്കൊപ്പമുണ്ട്. ഞാൻ ഡാനിലേക്ക് വരാം. ശ്രീ എൻ ശ്രീകുമാർ, സുധാകരൻ ഇന്നലെ വൈകിട്ട് വിശദീകരിച്ചതാണ് ഔദ്യോഗികമായി. തനിക്ക് തർക്കമൊന്നുമില്ല, പാർട്ടി തീരുമാനത്തിന് വിധേയമായിട്ടാണ് തന്റെ നീക്കങ്ങൾ. പാർട്ടി തിരിച്ചു പറയുമ്പോൾ മാത്രം ചുമതല ഏറ്റെടുക്കുമെന്ന് പറയുന്നു. പക്ഷേ സുധാകരന്റെ ക്യാമ്പിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം, KPCC അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശക്തമായ സമ്മർദ്ദം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്ന കാര്യം. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത്? അതായത് KPCC പ്രസിഡന്റ് ഇന്നലെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി താൻ സമ്മർദ്ദം ചെലുത്തില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഹൈക്കമാൻഡ് തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്. അർഹതപ്പെട്ട സമയത്ത്, ഉചിതമായ സമയത്ത് അർഹതപ്പെട്ട സ്ഥാനം എനിക്ക് ഹൈക്കമാൻഡ് തിരിച്ചു നൽകും എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ അതിന് തർക്കമില്ല. പിന്നെ ഒക്കെ ഊഹാപോഹങ്ങളാണ്. ഒരു കാര്യമുള്ളത്, എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് പദവിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറി നിന്ന് തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ച് തിരിച്ചു വന്ന സുധാകരന് ആ സ്ഥാനം തിരിച്ചു കൊടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നേതൃത്വം ഉത്തരം പറയണം. എനിക്ക് തോന്നുന്നത് KC വേണുഗോപാലും അതുപോലെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസനും രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും ഒക്കെ ചേർന്ന് ഇരുന്ന് ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനം എടുക്കേണ്ടതായിരുന്നു. അക്കാര്യത്തിൽ ഈ നേതാക്കൾക്ക് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ കാര്യമായിട്ട് അവര് കണക്കാക്കി കാണില്ല. കാരണം KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ തലസ്ഥാനത്തെത്തി ഇന്ദിരാഭവനിലെത്തി ചുമതലയേൽക്കും എന്നൊരു ധാരണ അവരിൽ ഉണ്ടാകുമായിരുന്നില്ല. ഇനി ആരുടെയെങ്കിലും മനസ്സിൽ സുധാകരൻ കുറച്ചു ദിവസം കൂടെ മാറി നിൽക്കട്ടെ എന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ഉത്തരമില്ല. അതൊക്കെ KPCC ആണ് പറയേണ്ടത്. എന്തായാലും ഇതൊരു അനാവശ്യ ചർച്ചയ്ക്ക് വഴിവെച്ചു എന്നൊരു തോന്നൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. കാരണം മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുള്ളത് ഇതൊരു ചർച്ച, വെറുതെ ഒരു ചർച്ച ഉണ്ടാക്കി. എന്തിനാണ് ആ ചർച്ച ഉണ്ടാക്കിയത്? KPCC പ്രസിഡന്റ് മത്സരിക്കാൻ വേണ്ടി പോയതല്ലേ. മത്സരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുക്കുക. അതൊരു ചർച്ചയാക്കി, അനാവശ്യ ചർച്ചയാക്കി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം തന്നെ ശ്രീ സുധാകരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൃത്യമായി കാര്യം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന സുധാകരൻ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. കാരണം അത് കൊടുത്തേ പറ്റൂ, അല്ലാതെ കൊടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഉത്തരം അല്ലെങ്കിൽ നേതാക്കൾ പറയേണ്ടി വരും. അതൊക്കെ അനാവശ്യമായ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്ന 2-3 ദിവസത്തിനുള്ളിൽ ശ്രീ സുധാകരനെ. ശ്രീകുമാർ, ഈ KPCCയുടെ റിവ്യൂ മീറ്റിംഗിൽ ഉണ്ടായ ഒരു വിലയിരുത്തൽ അത് ശ്രദ്ധേയമാണ്. അതായത് സംഘടനാ മികവ് കൊണ്ടല്ല കേരളത്തിൽ ഒരു മികച്ച പ്രകടനം UDFന് ഉണ്ടാകുമെങ്കിൽ അതിന് സംഘടനാ മികവല്ല, മറിച്ച് കേരള ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നു എന്നതാണ്. അതായത് സംഘടനാ മികവ് ഉണ്ടായിട്ടില്ല എന്ന കാര്യം ചൂണ്ടിപ്പറയുന്നുണ്ട്. സംഘടനാ തലത്തിൽ ഒരു പാളിച്ച ഉണ്ടായെങ്കിൽ അത് അധ്യക്ഷനായിരുന്ന K സുധാകരനിലേക്ക് വരികയും അങ്ങനെ സുധാകരനെ ഇനി തുടർന്നുകൊണ്ട് നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നേരിടാനാവില്ല എന്നൊരു ചിന്ത കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഇല്ലേ? അതുകൊണ്ടല്ലേ ഈ ചർച്ചകൾ ഇങ്ങനെയാവുന്നത്? അല്ല, അത് നിഗമനമാണെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമാണ്. കാരണം സംഘടന എന്ന് വെച്ചാൽ ആരാ? സുധാകരനും സതീശനും രമേശും വേണുഗോപാലും എല്ലാവരും പെടും. അതാണ് സംഘടന. അല്ല, കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ച് അത് KPCC പ്രസിഡന്റിന്റെ ഒരു അപ്രമാദിത്വമുള്ള ശൈലിയാണല്ലോ. അപ്പോൾ സംഘടനയുടെ വീഴ്ച അധ്യക്ഷന് ഉത്തരവാദിത്തം പറയുക, അതാണല്ലോ കാലങ്ങളായി അവിടെ നടന്നു വരുന്നത്. അല്ല, അതായത് കോൺഗ്രസിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കോൺഗ്രസ് ഒരു പ്രസിഡന്റിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംഘടനയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ദേശീയ തലത്തിൽ പോലും പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റും ഒരാളായിട്ട് കുറെ കാലം വഹിച്ചു കൊണ്ടുവരുന്ന അറിയാമല്ലോ. അപ്പൊ അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ശ്രീ സുധാകരനാണല്ലോ നയിച്ചത്. അപ്പൊ അതിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇവിടെ പരാജയപ്പെട്ടിട്ടില്ലല്ലോ, റിസൾട്ട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഫലം വരുമ്പോൾ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ളതൊക്കെ ജനം തീരുമാനിക്കേണ്ട വിഷയം. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സംഘടനാപരമായ തീരുമാനം എടുത്തിട്ടില്ല ജനം ജയിപ്പിക്കുക എന്നുള്ളത് നമ്മൾ തന്നെ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ജനങ്ങളൊരു അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരുന്നു. LDFന് അജണ്ടയില്ല, NDAക്ക് അജണ്ടയില്ല. UDF ആണെങ്കിൽ ഒരു അജണ്ടയ്ക്ക്
അജണ്ട പാകപ്പെടുത്താനായിട്ട് ജനങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ എടുത്തിട്ട് കൊടുത്തു. ആ വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങനെ ജനങ്ങൾ ഒരു അജണ്ട രൂപപ്പെടുത്തിയെടുത്തു. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്താണ് ആ അജണ്ട എന്ന് ചോദിച്ചാൽ LDF ഗവൺമെന്റ് വിരുദ്ധ വികാരം എന്ന് തന്നെ ഉള്ളു ഉത്തരം. അപ്പൊ അതുകൊണ്ട് ആ ജനങ്ങൾ അത് ഒഴുകിയെത്തി വോട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഗുണഫലങ്ങൾ UDF-നാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ നേതാക്കൾക്കും ഇത് പങ്കുണ്ട്. പ്രത്യേകിച്ച് ആ സ്ഥാനത്തിരുന്ന KPCC പ്രസിഡന്റിനുണ്ട്. ഒരു മാസമല്ലേ അദ്ദേഹം ഒഴിഞ്ഞു നിന്നിട്ടുള്ളൂ ഇലക്ഷൻ കാലത്ത്. അതുപോലെ പ്രതിപക്ഷ നേതാവിനുണ്ട്, അതുപോലെ AICC ജനറൽ സെക്രട്ടറിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. കാരണം ഇവരൊക്കെ നടത്തിയ പത്രസമ്മേളനങ്ങളും യൂത്ത് കോൺഗ്രസും KHU നടത്തിയ സമരങ്ങളും ഒക്കെയാണല്ലോ ഈ അജണ്ട രൂപപ്പെടുത്താൻ പൊതുജനത്തെ സഹായിച്ചത്. മാധ്യമങ്ങൾ സഹായിച്ചിട്ടുണ്ടല്ലോ. ചെറിയ ഫിലിപ്പ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിലെ ഗവൺമെന്റിന്റെ അഹങ്കാരത്തെക്കുറിച്ച്, പാർട്ടിയുടെ അഹങ്കാരത്തെക്കുറിച്ച് മാധ്യമങ്ങളും പത്രങ്ങളും ചാനലുകളും തുറന്നെഴുതിയത് ഗുണകരമായി എന്ന് ചെറിയ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മാധ്യമ കോർഡിനേറ്റർ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പൊതുജനം ഉണ്ടാക്കിയ അജണ്ട, ആ അജണ്ട പ്രകാരം വോട്ട് ചെയ്ത് ജയിക്കണം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അത് CPM ജയിച്ചാലും അങ്ങനെ തന്നെയാണ്. ജനങ്ങളൊരു ഒഴുക്കിനങ്ങ് ചെയ്യും. പിന്നെ ഇത് CPM-ന്റെ ആക്ഷേപമല്ല, കോൺഗ്രസിനകത്ത് തന്നെയാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പരസ്യമായിട്ടില്ലെങ്കിലും ഓഫ് ദ റെക്കോർഡ് പങ്കുവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടനാ തലത്തിൽ വലിയ പിഴവുകൾ സംഭവിക്കുന്നുണ്ട്, സംഘടന വലിയ ദുർബലാവസ്ഥയിലാണ് പോകുന്നത് എന്നത്. അത് സുധാകരൻ പോരാ എന്നൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ചിന്തകളിലെ, അല്ലെങ്കിൽ ഒരു അനാവശ്യ ചർച്ചയാണോ? അല്ല, അത് അനാവശ്യ സുധാകരൻ പോരാന്നുള്ള അടിസ്ഥാനത്തിലല്ല. കാരണം കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യത്തെ കുറിച്ച് എനിക്ക് തോന്നുന്ന 1/4 നൂറ്റാണ്ടായിട്ട് ഞാൻ കേട്ടു തുടങ്ങുന്നതാണ്. ആരൊക്കെ KPCC പ്രസിഡന്റുമാരാകുന്നു അവരൊക്കെ കേട്ടിട്ടുണ്ട്, AK ആന്റണി ഒഴിച്ച്. AK ആന്റണിയായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച KPCC പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ AK ആന്റണിയാണ്. അന്ന് കരുണാകരനായിരുന്നു പാർലമെന്ററി പാർട്ടി ലീഡർ. അന്ന് ആന്റണിയെ നയിച്ച കാലത്തെ KPCC ആയിരുന്നു ഏറ്റവും സംഘടനാപരമായി. കാരണം ആന്റണിയുടെ ഒരു ജീവിത ചര്യ പോലും കോൺഗ്രസുമായിട്ട് ഒട്ടു നിന്നുകൊണ്ടായിരുന്നു. കല്യാണം കഴിക്കാൻ മറന്നുപോയ AK ആന്റണി 45 വയസ്സ് ഈ സംഘടനയെ കൊണ്ടുവന്നൊക്കെ അന്ന് ചർച്ചയായിരുന്നു. അതുപോലെ പിന്നീട് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ KPCCക്ക് നല്ല പ്രസിഡന്റുമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ AK ആന്റണിയെ പോലെ സംഘടന ഇത്രയും കാര്യമായി ശുശ്രൂഷിച്ച ഒരു പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെയാണ് എന്റെ ഒരു നിരീക്ഷണം. അപ്പൊ അത് കാലാകാലങ്ങളിലായിട്ട് KPCC പ്രസിഡന്റുമാർ മാറി മാറി വരുമ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. സംഘടനാപരമായ ദൗർബല്യം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, ഒരു 1/4 നൂറ്റാണ്ടായിട്ട് ഞാൻ കേൾക്കുകയും ഞാൻ എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരും ഓരോ സാഹചര്യം വരുമ്പോൾ കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അത് കോൺഗ്രസ് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ നമ്മള് CPM എന്ന കേഡർ പാർട്ടിയിൽ ഇന്നെന്താ സംഭവിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഈ സാഹചര്യത്തിന്റെ ഒരു മാറ്റമാണ്. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം പഴയ രാഷ്ട്രീയ സാഹചര്യമല്ല. സോഷ്യൽ മീഡിയ ഉണ്ട്, അതൊക്കെയാണ് എന്റെ കാര്യം. VD സതീശനോ KC വേണുഗോപാലിനോ ഒന്നും സുധാകരൻ മാറണം എന്നത് ഒരു അവരുടെ അഭിപ്രായമായി പോലും ഇല്ല എന്നതാണോ താങ്കൾ അവകാശപ്പെടുന്നത്? എനിക്കറിയില്ലത്. കാരണം അവർക്ക് അങ്ങനെ മനസ്സിൽ ഉദ്ദേശം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്കത് തുറന്നു പറഞ്ഞാൽ തന്നെ പെട്ടെന്ന് പറ്റില്ല. എന്തുകൊണ്ട് സുധാകരനെ മാറ്റുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസിൽ ഇപ്പൊ ഞാൻ സുധാകരന്റെ വക്താവൊന്നുമല്ല. പക്ഷെ കോൺഗ്രസിന്റെ ഒരു സംഘടനാപരമായ മര്യാദയുണ്ട്. ആ മര്യാദ പ്രകാരം ഒരു പ്രസിഡന്റിനെ മാറ്റുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതിന് അനുകൂലമായ നിലപാടുകൾ ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മാറേണ്ട കാര്യമുണ്ടോ എങ്കിൽ ഇത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യേണ്ടതുണ്ട്, KPCC എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാണ്ട് ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ പിറ്റേന്നിടത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതൊരു അനാവശ്യ വിവാദമാണ്, ഒരു ആശയക്കുഴപ്പത്തെ ഇടവെക്കുന്ന സാഹചര്യം ഉണ്ടായിപ്പോയി എന്ന് തോന്നുന്നു, അല്ലേ? അത് ഒഴിവാക്കാമായിരുന്നു, പ്രവർത്തകരെ വേദനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കി. ഇതിന് ഉന്നത നേതാക്കൾക്ക് അവരെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നുന്നു 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ജയിക്കും എന്നുള്ളൊരു വിശ്വാസമൊക്കെ വന്നപ്പോൾ അതിലേക്കങ്ങ് ചർച്ച തിരിഞ്ഞു പോയി കാണണം. അപ്പൊ ഇതത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ ആ ശ്രദ്ധിക്കാതിരുന്നത് ഒരു ചർച്ചയ്ക്ക് വഴിവെച്ചു. അതൊക്കെ പത്രങ്ങളും മാധ്യമങ്ങളും ചാനലുകളും ഏറ്റെടുത്തു. അതിപ്പോ ചർച്ചയാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചർച്ചയാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നത് എനിക്ക് പറയാനുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും